ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ആർക്കാ നന്നായിട്ട് പാലട പായസം ഉണ്ടാക്കാൻ അറിയാം? ചേച്ചിക്ക് അറിയാം. ഇതില് ഉണ്ടാക്കാൻ അറിയാത്ത ആരാ? നന്നായിട്ട് ടേസ്റ്റ് ചെയ്യാൻ അറിയുന്നവരാ? അപ്പൊ ഇന്ന് പാലട പായസം ഉണ്ടാക്കാൻ പോകുന്ന ആരാന്നറിയോ? ഒട്ടും അറിയാത്ത ആരുമാണെങ്കിൽ നമുക്ക് വേണ്ടി പാലട പായസം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ആദ്യമായിട്ടല്ലേ പായസം ഉണ്ടാക്കണേ? സോ അതുകൊണ്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. ഇനി ഇത് സക്സസ് ആയ ഓണത്തിന് അനുവിന്റെ പായസം, ഒരു 5 കൂട്ടം പായസം. അപ്പൊ എങ്ങനെ പറഞ്ഞു കൊടുക്കുക ആദ്യം ചേച്ചി, എങ്ങനെയാ പായസം ഉണ്ടാക്കണേ? ഗ്യാസ് കത്തിക്കണം. കാണാന് നല്ല ഭംഗിയുണ്ട്, അനുവിനെ പോലെ. അത് കുടിച്ചോക്ക് അയ്യോ ചേട്ടനില്ല പായസം നെയ്യുടെ നല്ല ഞാൻ ഈ പായസം കഴിക്കാൻ വേണ്ടി മാത്രം കിച്ചനെക്കാട്ടും ഞാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇന്നത്തോട് ശരിയാവും, പേടിപ്പിക്കുന്നേ. പക്ഷെ ഞാൻ പറയട്ടെ, ഞാനൊരു പാട്ട് പാടുമെന്ന് ചോദിച്ചപ്പോ പോലും കിച്ചുവേട്ടൻ അടുത്ത് വേണമെന്നാ പറയണത്. അതിന്റെ റീസൺ എന്താ? കണ്ണിലൊക്കെ പ്രണയല്ലേ കാണുക. നമ്മള് മാറിത്തരണോ? അപ്പൊ നമ്മളൊരു ആൺകുട്ടി എന്ന നിലയിൽ ഒരുപാട് ഡ്രീംസ് ഉണ്ടാവും. അത് അച്ചീവ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമില്ല. അതെങ്ങനെ കിച്ചു കാണണേ? അനു വരുന്ന മുമ്പേ വീട് വെച്ച് തീർക്കുന്നതായിരുന്നു പ്ലാന്. പക്ഷെ അപ്പോഴും നടന്നില്ല. അനു വന്ന ശേഷം ഒരുമിച്ച് നമ്മൾ കയറി വീട്ടിലോട്ട് കയറി ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഡ്രീമായിരുന്നു അനുവിനെ കല്യാണം കഴിക്കണമെന്നും. പണ്ട് എങ്ങനെ കിച്ചുടെ ചേട്ടനും ആയിട്ടുള്ള ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ നിങ്ങള് 4 പേര് മാത്രമായിട്ടുള്ള വടംവലിയോ? വടംവലി ചേട്ടൻ ഭയങ്കര നിങ്ങൾ രണ്ടുപേരും മാത്രം വടം വലിക്കോ? കിച്ചു പറയും പാകമായിട്ടുണ്ടോ വൈഫിന്റെ പായസം? കുടിച്ചു നോക്കിട്ട് വേണം. അതുവരെ ഒന്നും കിട്ടത്തില്ല, കുടിച്ചു നോക്കിയിട്ട് മാത്രമേ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ ഓണത്തിന് നമുക്ക് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യേണ്ടി വരും. ഇപ്പൊ ടേസ്റ്റ് ചെയ്താലോ? റെഡിയാണോ? എങ്ങനെയുണ്ട്? ആ കണ്ണാൻ തുമ്പി. തുമ്പിയൊക്കെ ഉണ്ട്, ഓണത്തിന് പറ്റിയ പാട്ടാ, പാടിക്കോ. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം. എനിക്കൊന്ന് അനുവിനാണ് ഇപ്പൊ കുറച്ച് ടെൻഷൻ കയറി വന്നിട്ടുള്ളത്. ഒരു വീട്ടുകാരി ആയിരിക്കുന്നു. എനിക്ക് അങ്ങനത്തെ ഉത്തരവാദിത്വം വന്നിട്ടില്ല. നിങ്ങളൊക്കെ കൊഞ്ചിച്ച് വെച്ചിരിക്കും ഇപ്പോഴും അല്ലേ? ഇളയ കുട്ടി എനിക്കൊന്ന് നമ്മുടെ ലക്കിയൊന്നും ആയിരിക്കില്ല. അനു കുക്കിംഗ് അറിയില്ല എന്ന് കരുതിയിട്ട് ഓണത്തിന് പായസം ഉണ്ടാക്കാതിരിക്കരുത്. മിൽമയുടെ ഒരു മിക്സ് വാങ്ങാം, പാലട മിക്സ് വാങ്ങാം, ഈസി ആയിട്ട് ഉണ്ടാക്കാം. രുചികളുടെ ഒരു ഓണക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. മിൽമ പ്രസന്റ് സൈന സൗത്ത് പ്ലസ് ഓണം രുചിയിലേക്ക് ഏവർക്കും സ്വാഗതം. മിൽമജി, there is no ഓണം without മിൽമ. ഒന്നിച്ചാഘോഷിച്ചോണം മിൽമ ഓണം. ഓണ രുചിയിലെ ഇന്നത്തെ അതിഥികൾ ആരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വേറെ ആരുമല്ല, നമ്മുടെയൊക്കെ ഫേവറേറ്റ് യൂട്യൂബ് ഫാമിലി ആയിട്ടുള്ള ലക്കി ഫാമിലിയാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ലക്കി ഫാമിലി. എല്ലാവരെയും കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് 3 പേരാണ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഞാൻ മിസ് ചെയ്യുന്നു. കാരണം ഞാൻ ഓൾറെഡി വീട്ടിൽ നിങ്ങൾ എല്ലാവരും പരിചയമുള്ളതുകൊണ്ട് എനിക്ക് അവരൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ പരിപാടി ഇന്റർവ്യൂ അല്ല. നമ്മൾ എന്താ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതെന്ന് അറിയോ? എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലട പായസമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ആർക്കാ നന്നായിട്ട് പാലട പായസം ഉണ്ടാക്കാൻ അറിയാം? ഉണ്ടാക്കാൻ അറിയുന്നതാരാ? നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലേ? ചേച്ചിക്ക് അറിയാം. ഇതില് ഉണ്ടാക്കാൻ അറിയാത്ത ആരാ? നന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് അറിയുന്നവരാ? കിച്ചാണ് ടേസ്റ്റ് ചെയ്ത് കറക്റ്റ് പറഞ്ഞിരുന്നേ. അപ്പൊ ഇന്ന് പാലട പായസം ഉണ്ടാക്കാൻ പോകുന്ന ആരാന്നറിയോ? ഒട്ടും അറിയാത്ത ആരുമാണെങ്കിൽ നമുക്ക് വേണ്ടി പാലട പായസം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ആരും റെഡിയാണോ? നമുക്ക് ആദ്യം ചേച്ചി ഇൻസ്ട്രക്ഷൻ പറഞ്ഞുതരും, എങ്ങനെയാണ് കൃത്യമാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞുതരും. കിച്ചുടെ ജോലി ഇത് കഴിച്ചിട്ട് കൊള്ളാവോ എന്ന് സത്യസന്ധമായി പറയണം. ആള് കുക്കിങ്ങിനെ കുറിച്ച് ഏതാണ്ട് ഒരു ഐഡിയ അറിയാം നമുക്ക്. നോക്കി പിടിക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? പക്ഷെ കിച്ചു നമ്മുടെ അടുക്കള കുറച്ച് കുഞ്ഞതാ, ഞങ്ങൾക്ക് സ്പേസ് ഇല്ല. അതുകൊണ്ട് ഞങ്ങള് പാലട പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് കിച്ചുനെ വിളിക്കാം. അപ്പൊ കിച്ചു കറക്റ്റ് ആയിട്ട് ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് പറയണം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, തുടങ്ങാം. അപ്പം കിച്ചു അവിടെ ഇരുന്നോ. അതിന് ആദ്യമായിട്ടല്ലേ പായസം ഉണ്ടാക്കണേ? സോ അതുകൊണ്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. ഇനി ഇത് സക്സസ് ആയ ഓണത്തിന് അനുവിന്റെ പായസം, ഒരു 5 കൂട്ടം പായസം തുടങ്ങാം. അപ്പൊ എങ്ങനെ പറഞ്ഞു കൊടുക്കുക ആദ്യം ചേച്ചി, എങ്ങനെയാ പായസം ഉണ്ടാക്കണേ? ഗ്യാസ് കത്തിക്കണം. നമുക്ക് ഇവിടുന്ന് ഗ്യാസ് ഓണാക്കാം.
ഓക്കെ, ഓൺ ആക്കിയിട്ടുണ്ട്. ശരി, കുറച്ച് വെള്ളമൊക്കെ പോട്ടെ, കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യണം. ചൂടായിട്ട് കാലൊഴിക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാ ക്ലാസ് കുക്കിംഗ് സമയത്തൊക്കെ പറഞ്ഞു കൊടുക്കും ആതിര ചേച്ചി എപ്പോഴും. അല്ല, അവള് വന്ന് നിൽക്കും. ഞാൻ ഇങ്ങനെ ചെയ്യണ സമയത്ത് ഞാനും അമ്മയും ചെയ്യണ സമയത്ത് അവള് വന്ന് നിൽക്കും. ഓണത്തിന് എന്താ ഇത്തവണ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള അതിനോട് സദ്യ ഉണ്ടാക്കണം. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണാണ്, അതൊരു ഭയങ്കര ഇൻവൈറ്റ് ചെയ്യും അല്ലേ? ഓ, അപ്പൊ എന്തായാലും പായസം നമുക്ക് അവിടെ ഗംഭീരാക്കണം. ഇത് നമുക്ക് പ്രാക്ടീസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. കിച്ചേട്ടൻ വെയിറ്റ് ചെയ്യാണ് പായസം കുടിക്കാൻ വേണ്ടിട്ട്. കണ്ണിൽ എണ്ണ ഒഴിച്ച് കുറച്ച് ചൂടാവട്ടെ. ഓക്കെ, നമ്മുടെ മിൽമയുടെ ഫ്രൈഡ് ആണ് എടുത്തിട്ടുള്ളത് മിൽക്ക്. അപ്പം നന്നായിട്ട് ചൂടായതിനു ശേഷം, ഇതിപ്പോ ഞാനാട്ടോ പറഞ്ഞു കൊടുക്കണേ, അതിന് പറയൂ. നന്നായിട്ട് ചൂടായതിനു ശേഷം കവർ പൊട്ടിക്കാം. പാൽ കവർ ഒഴിച്ചോ. ഈ ഒരു കവർ കൊണ്ട് ഒഴിച്ചോ. പായസത്തിന് നല്ല ടേസ്റ്റ് വേണമെങ്കിൽ പാല് കൂട്ടി ഒഴിച്ച പായസത്തിന് ടേസ്റ്റ്. ഏതൊക്കെ പായസം ആക്കും വീട്ടില്? നമ്മള് വീട്ടില് പാൽ പായസം, പിന്നെ അടപ്പായസം മെയിൻ ആയിട്ട് ഉണ്ടാക്കണേ. കടലപ്പായസത്തിലോട്ടൊന്നും പോയില്ല ഇതുവരെ, കഴിവ് തെളിയിക്കാൻ പറ്റിയിട്ടില്ല അതൊക്കെ. നമ്മള് പാലട ട്രൈ ചെയ്യാറില്ല അല്ലെ? ട്രൈ ചെയ്യാറില്ല. ഇതിപ്പോ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പണി പെടേന്ന് പറഞ്ഞിട്ട് പണി തീരും. ഓക്കെ, പാല് നന്നായിട്ട് ചൂടായി തിളക്കണം, അതാണ് പാകം. കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഓണവിശേഷം ഉണ്ടല്ലോ, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണാണ്. സോ ഭയങ്കര സന്തോഷമായിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു ഇപ്പൊ ഈ തവണ ഓണം? ഫസ്റ്റ് ഓണാണ്ട് ഒരുപാട് പ്ലാൻസ് ഉണ്ടാവുമല്ലോ. എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് ഇത്തവണത്തെ ഓണം ആഗ്രഹിക്കണേ? തിരുവോണത്തിന് എന്റെ വീട്ടിൽ നിന്ന് അച്ഛനമ്മ എല്ലാവരുമായിട്ട്, ഇപ്പൊ പാലിയേശ്ശേരിയിലെ വീട്, അവിടെയൊക്കെ താമസിക്കുന്നു. അപ്പൊ അവിടെ വെച്ച് ഞങ്ങൾ ആദ്യത്തെ ഓണസദ്യ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. ഓൾറെഡി പ്ലാൻ തുടങ്ങി, ഇപ്പൊ തുടങ്ങിയില്ലേ, പഠിക്കാൻ തുടങ്ങിയില്ലേ? നീ അത് കഴിഞ്ഞ തവണ വരുന്ന സമയത്ത് ഉപ്പുമാവായിരുന്നു മെയിൻ ആയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ ഉപ്പുമാവ്, 2 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ട്. ഇനിയിപ്പോ ഈസി ആയിട്ട് ഇത് വാങ്ങിയിട്ട് അനു വീട്ടില് 2 മിനിറ്റ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കും. ഉപ്പുമാവ് ഫാൻസ് ഇല്ലേ അനുവിന്റെ? ഉപ്പുമാവ് ഇഷ്ടല്ലേ? അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് മിൽമയുടെ തന്നെ ഗീ ഉപ്പുമാവ് വെച്ചിട്ട് ഉപ്പുമാവ് ഒരു ദിവസം ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. 2 മിനിറ്റ്സ് കൊണ്ട് തന്നെ കോളേജിൽ പോകുന്ന സമയത്തൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കഴിഞ്ഞു, പഠിത്തം കഴിഞ്ഞു, ഇനിയിപ്പോ ഈസി ആയിട്ട് നമുക്ക് ടൈം ഉണ്ട്. ഓക്കെ, ഈ മൂക്കത്തി നമ്മുടെ അന്നത്തെ പ്ലാനിൽ ഉണ്ടായതാണോ? എല്ലാം ചേച്ചിയായിട്ട് ബർത്ത്ഡേ അന്ന് കുത്തിക്കൊടുത്തു. ചേച്ചി ഓൾറെഡി ഓരോ നല്ല ദിവസം നോക്കി വെക്കുന്നുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു എല്ലാ ഐശ്വര്യത്തിനും പിന്നിൽ ആതിര ചേച്ചി ഉണ്ട്. ഉദ്ഘാടനമായിട്ട് പായസം ഉണ്ടാക്കും പോലും പഠിപ്പിക്കാൻ ആതിര ചേച്ചി കൂടിയുണ്ട്. ഓക്കെ, പാല് തിളക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. മിക്സ് ഇതാണ് നമ്മുടെ ഇൻസ്റ്റന്റ് പാലട മിക്സ് വെച്ചിട്ടാണ് ഇന്ന് നമ്മള് പായസം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ആദ്യമായിട്ട് പായസം ഉണ്ടാക്കുന്ന ടെൻഷൻ ഒന്നും വേണ്ട, ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്ക് പറ്റിയിട്ടുള്ളതാണ് ഇത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആതിര ചേച്ചി ഇല്ല, നന്നായിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് തിളക്കണം. ഇത് ഏറ്റവും പണി എന്താ പറയാ, ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. അടിയിൽ പിടിക്കാൻ പാടില്ല. ഓക്കെ, കത്തിയെടുത്തോ. ഇതിൽ തന്നെ ഷുഗറൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാം ഉണ്ട്. എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. കുറച്ച് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി. ചൂടായി. ഇതിനു മുമ്പ് കിച്ചേട്ടൻ പായസം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലല്ലോ? ഇല്ല. കിച്ചേട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാത്തിരിക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിട്ട്, പായസം കുടിക്കാൻ വേണ്ടിട്ട്. കുടിച്ചിട്ടില്ല, ഞാനും കുടിച്ചിട്ടില്ല. ഇന്ന് അനു പായസം ഉണ്ടാക്കുന്നോണ്ട് ഞാൻ ഒന്നും കഴിക്കാണ്ട വന്നിട്ടുള്ളത്. ആദ്യം പായസമാണ് എനിക്ക് കഴിക്കണ്ടേ. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇട്ടോ ആൾക്ക് ഭയങ്കര സന്തോഷം. ഇങ്ങനെ തന്നെയൊക്കെ അല്ലേ? ഇനിയാണ് അനു പണി. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. അനു എക്സൈറ്റഡ് ആണോ? ആദ്യത്തെ പായസം ഞങ്ങളും എക്സൈറ്റഡ് ആണ് അനുവിന്റെ പായസം കുടിക്കാൻ. കിച്ചേട്ടാ വാ,
കിച്ചു ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. പാട്ട് പാടി തീരുമ്പോഴത്തേനും ഇത് പായസാവും. ഓക്കെ, എന്താല്ലേ കിച്ചു ചേട്ടൻ ഇല്ലാണ്ട് പറ്റില്ല. എല്ലാത്തിനും പായസം വേവില്ല കിച്ചു ഇല്ലെങ്കിൽ, അതാണ് അനു ഉദ്ദേശിച്ചത്. അനുവിന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം കിച്ചു ചേട്ടനാണ്. കിച്ചു ചേട്ടന്റെ എൻട്രി ആണ് നിങ്ങൾ കാണുന്നത്. എന്ത് തോന്നുന്നു കിച്ചു? പായസത്തിന്റെ തുടക്കം എങ്ങനെയുണ്ട്? കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. ഭയങ്കര സപ്പോർട്ട് കേട്ടോ. ഭയങ്കര എക്സൈറ്റ് ആണെന്ന് തോന്നുന്നു. അതെ, അല്ലെ ഓൾറെഡി നമ്മള് അന്നത്തെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ ശേഷേ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ഉണ്ടാക്കി തന്നു അനു? ആഹാ, പിന്നെ തോരനൊക്കെ ഉണ്ടാക്കില്ലേ? ആ, അനുയുടെ എക്സ്പ്രഷൻ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ കുക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ തരും. തേങ്ങ ചിരികിട്ട് ആര്? അനു. കിച്ചു എന്തെങ്കിലും അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യോ? ഓ, തേങ്ങയൊക്കെ ഒരു ദിവസം ചെറിയ ഒരു ദിവസം, വർഷത്തിൽ ഒരു ദിവസം ഞങ്ങക്ക് തേങ്ങ. നമ്മളൊന്നും ഇല്ലായിരുന്ന സമയത്ത് ആരും കണ്ടിട്ടില്ല അതൊക്കെ. പക്ഷെ ഞാൻ പറയട്ടെ, ഞാനൊരു പാട്ട് പാടുമെന്ന് ചോദിച്ചപ്പോൾ പോലും കിച്ചുവേട്ടൻ അടുത്ത് വേണമെന്നാ പറയണത്. അതിന്റെ റീസൺ എന്താ? കണ്ണിലൊക്കെ പ്രണയല്ലേ കാണുന്നത്? നമ്മൾ മാറിത്തരണോ? മാറിക്കോട്ടെ, രണ്ടും കൂടെ. നിങ്ങൾ വീട്ടിൽ ഒരുമിച്ചാണ് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിൽ കുക്ക് ചെയ്യാൻ തുടങ്ങിയോ അവര്? ഞങ്ങൾ എല്ലാവരും ഇപ്പൊ ഒരുമിച്ച്, ഞാനും അമ്മ അനു കിച്ചു, നമ്മള് ഒരുമിച്ച് തന്നെയാണ്. നമ്മൾ ഒരു വീട്ടില് ഇപ്പം എന്റെ വീട്ടിൽ കിടന്നുറങ്ങും, കിച്ചൻ ഞാൻ എന്റെ വീട്ടിൽ നമ്മള് ഫുഡ് ഉണ്ടാക്കും, രാത്രി എന്റെ വീട്ടിൽ കിടന്നുറങ്ങും, അങ്ങനെയാണ്. വീട്ടില് കിച്ചന് പാടിക്കൊടുക്കുന്ന ഒരു പാട്ട് ഞാൻ പാടില്ല. പാടിത്തരാറില്ല? ചോദിച്ചിട്ടില്ല. അപ്പൊ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് പാടിക്കൊടുക്കായിരിക്കും. അത് അവർ ഉറങ്ങുമ്പോ കണ്ണാന്തുമ്പി. തുമ്പിയൊക്കെ ഉണ്ട്, ഓണത്തിന് പറ്റിയ പാട്ടാ. പാടിക്കോ. നമ്മൾ കൈയടിക്കാൻ റെഡിയായിരിക്കും. സപ്പോർട്ട് ടീം ഉണ്ടോ? കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതിരുന്നല്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ ചേട്ടനൊന്നും പാടില്ല. എന്താ ചേട്ടാ പാടാത്ത? കിച്ചു ചേട്ടൻ പാടുവോ? ഞാൻ പാടത്തില്ല. നിങ്ങൾ മാത്രം ഒരുമിച്ചിരിക്കും പാട്ട്, ഞങ്ങളൊന്നും കേൾക്കാൻ പാടില്ല എന്നാണ് ആദ്യം ചേച്ചി. പക്ഷെ കുഴപ്പമില്ല, കൂടെ എന്നൊക്കെ പറയുമ്പോ ആളെ നോക്കിയാ പാടണേ. ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ കൂടെയൊക്കെ ആൾക്ക് മാത്രം നോക്കണേ. ഓക്കെ, ഉപ്മാവ് ഇപ്പോഴും ഉണ്ടാക്കി തരാറുണ്ടോ? ഇല്ല, ചപ്പാത്തി ഉണ്ടാക്കും. ചപ്പാത്തി ഉണ്ടാക്കും. ചപ്പാത്തി മാറ്റി. ഓ, കുറച്ചുകൂടി ഡെവലപ്പ് ആയല്ലേ കുക്കിങ്ങില്? കുറച്ചുകൂടി നന്നായിട്ട് കുക്ക് ചെയ്യാൻ. ഇതിപ്പോ ഈ ഓണം നിങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ അല്ലേ? കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ ഓണം, വീട് വെച്ചിട്ടുള്ള ആദ്യ ഓണം, അതെങ്ങനെയാ ശരിക്കും കിച്ചു ആ ഒരു സന്തോഷം? ഭയങ്കരപ്പെട്ട ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ ചേച്ചി പറഞ്ഞ് ജൂൺ 18 ചേട്ടന്റെ ബർത്ത്ഡേ അല്ലേ, നമുക്ക് അന്ന് പാലേസ് എടുക്കാം. അപ്പം ഓഗസ്റ്റ് 17 ചേച്ചിയുടെ ബർത്ത്ഡേ. അങ്ങനെ ഇതിക്കെല്ലാം നമുക്ക് സെലിബ്രേഷൻസ് ആണ്. ഞങ്ങളുടെ സെലിബ്രേഷൻസ് ആണ്. അതിന്റെ സന്തോഷമുണ്ട്. ഈ ഒരു ഓണത്തിന് നമ്മൾ ആഗ്രഹിച്ച കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തല്ലോ, അതിന്റെ ഒരു സന്തോഷം. ഇപ്പൊ നമ്മളൊരു ആൺകുട്ടി എന്ന നിലയിൽ ഒരുപാട് ഡ്രീംസ് ഉണ്ടാവും, അത് അച്ചീവ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമില്ല. അതെങ്ങനെ കിച്ചു കാണണേ? എല്ലാ കാര്യങ്ങളും നടക്കുന്നു. അനു വരുന്ന മുമ്പേ വീട് വെച്ച് തീർക്കുന്നതായിരുന്നു പ്ലാന്, പക്ഷെ അപ്പോഴും നടന്നില്ല. അനു വന്ന ശേഷം ഒരുമിച്ച് നമ്മൾ കയറി വീട്ടിലോട്ട് കയറി ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഡ്രീമായിരുന്നു അനുവിനെ കല്യാണം കഴിക്കണമെന്നും. പിന്നെയുള്ളത് വീട്. ഇനി എന്തൊക്കെ സ്വപ്നം? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കല്യാണം കഴിച്ചിട്ട് സ്വന്തമായിട്ടൊരു വീട് വേണം. അതിന് ചേട്ടന് ഞങ്ങൾ കല്യാണത്തിന് മുന്നേ ചേട്ടൻ വീട് പണിയൊക്കെ തുടങ്ങി. വീട് വെച്ചെങ്കിൽ താമസം മൊത്തം ചേട്ടന്റെ വീട്ടിലാണ്. പെട്ടെന്ന് നമുക്ക് ഒരു മാറ്റം പറ്റില്ല. ശരിയാ. പക്ഷെ ഇന്നത്തെ കാലത്ത് കൂട്ടുകുടുംബം, ഈ സെലിബ്രേഷൻ സമയത്ത്, ഓണൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വരിക, ഇതൊക്കെ ഇപ്പോൾ കുറെ പേര് മിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്ത് എപ്പോഴും ഒരുമിച്ചാണ്. വീട് ദൂരെയില്ല, തൊട്ടടുത്ത. നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് പ്ലാൻ ചെയ്തിട്ട് അതങ്ങ് ചെയ്യും. ഓക്കെ, പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് തന്നെ ചെയ്യും. ഇത്തവണ ഓണത്തിന് കുറെ പ്ലാനിങ് എടുത്തു കഴിഞ്ഞോ നിങ്ങള്?
അനുവിന്റെ ഫാമിലി നമ്മളെ വീട്ടിൽ കൊണ്ടുവരണം, എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കണം, ഓക്കെ. പിന്നെ പുറത്തൊക്കെ പോകണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്ലാൻസ് ഉണ്ട്. എനിക്കൊന്ന് അനുവിനാണ് ഇപ്പൊ കുറച്ച് ടെൻഷൻ കയറി വന്നിട്ടുള്ളത്. ഇപ്പൊ ഒരു വീട്ടുകാരി ആയിരിക്കുന്നു. എനിക്ക് അങ്ങനത്തെ ഉത്തരവാദിത്വം വന്നിട്ടില്ല. നിങ്ങളൊക്കെ കൊഞ്ചിച്ച് വെച്ചിരിക്കും ഇപ്പോഴും അല്ലേ? ഏറ്റവും ഇളയ കുട്ടി എനിക്കൊന്ന് നമ്മുടെ ലക്കിയൊന്നും ആയിരിക്കില്ല. ഇപ്പൊ അനുവാണ്. അനു പക്ഷെ അത് ഭയങ്കര ലക്കല്ലേ? എനിക്ക് നമ്മുടെ ഒരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടെൻഷൻസ് ഉണ്ടാവും. ഈ കുക്കിംഗ് തൊട്ട് നമുക്ക് ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ പ്രഷർ ഉണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ ഒരു വീടും സാഹചര്യവും സ്നേഹം കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്കല്ലേ അനു? അതിൽ എത്രത്തോളം ബ്ലെസ്ഡ് ആണ്? ബ്ലെസ്ഡ് എന്ന് ചോദിച്ചാൽ 100% എനിക്ക് അനിയത്തിയാണ്. അപ്പൊ എനിക്ക് ചേച്ചി കിട്ടി, ചേട്ടനുണ്ട്, സന്ദീപേട്ടനുണ്ട്. ചേട്ടൻ ഇല്ല, ഓണത്തിന് ചേട്ടൻ കാണില്ല, ചേട്ടൻ വരാം. ഈ ക്രിസ്മസ് ആ സമയത്തേ വരത്തുള്ളൂ. അതൊരു മിസ്സിംഗ് ആണല്ലേ? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ വർഷം ഇല്ല. എല്ലാ കാര്യത്തിലും ബ്ലെസ്ഡ് ആണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ സ്വഭാവത്തിലോ ക്യാരക്ടറിലോ ഒരു മാറ്റം വന്നെന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ പഴയതുപോലെ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ്. ഞാൻ അന്ന് കണ്ടിട്ട് ഇപ്പോഴും കാണുമ്പോ സെയിമാ, എല്ലാവരും സെയിം, ഒരു മാറ്റം ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഇത്ര ഹാപ്പി ആയിരിക്കും എന്നൊക്കെ. ഈ കല്യാണം കഴിഞ്ഞിട്ട് എന്തൊക്കെ അന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ പാടല്ലേ വന്നത്, സോ അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു ലൈഫില്? എനിക്ക് വലിയ ചേഞ്ച് ആയിട്ട് തോന്നുന്നില്ല. ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീട്ടിൽ പുതിയ അംഗം വന്ന പോലെ ഒരു ഫീൽ തോന്നിയിട്ടില്ല. നേരത്തെ അറിയാലോ, അതെ, എല്ലാവർക്കും അറിയുന്നോണ്ട് നേരത്തെ സംസാരിച്ച് ആ പരിചയം ഉള്ളതുകൊണ്ടിട്ട് പുതിയൊരാളാണ് നമ്മുടെ വീട്ടിൽ വന്നേന്ന് ഫീലിങ്സും ഇല്ല. പണ്ട് ചിരിക്കില്ല എന്നായിരുന്നു, ഇപ്പൊ ചിരി സംസാരം കൂടുതലാ. അതിപ്പോ ക്യാമറ വരുമ്പോ തന്നെ ഒരു ഉണ്ടാവില്ലേ ചിരിക്കാം, ഇനി എന്ത് വിചാരിക്കും. ഇവിടെ പോയാലും അതിന് മുമ്പ് നേരത്തെ പറയാം എപ്പോഴും അത് മാത്രമേ മെയിൻ ആയിട്ട് പറയത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മുടെ പായസം എന്തായി? പായസം ഏതാണ്ട് ആയി വരുന്നു. ശരിക്കും ഒരു പായസം നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളല്ലേ, എപ്പോഴും പായസം കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും തെറ്റുന്ന അല്ലെങ്കിൽ നമ്മളെ ഒരു മിസ്റ്റേക്ക് എന്തായിരിക്കും ചെയ്യുന്നതിൽ? ഒരു മിസ്റ്റേക്ക് ഈ കുറുകി വരുന്നത് കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പായസം ഫ്ലോപ്പ് ആവും. അപ്പൊ അതെങ്ങനെയാ? ഇപ്പൊ എനിക്ക് പായസം ഉണ്ടാക്കുമ്പോൾ തെറ്റ് പറ്റരുത്, ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് പറഞ്ഞു തരും, എങ്ങനെ വേണം ഞാൻ പായസം ഉണ്ടാക്കാൻ? എല്ലാം സെയിം ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കുമല്ലോ, പാലും പിന്നെ അതിൽ മിക്സ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം അതെല്ലാം കറക്റ്റ് ആയിരിക്കണം. അതിൽ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ മൊത്തവും പോയി. ഓക്കെ, ഈ ടേസ്റ്റ് കൂടാൻ വേണ്ടി പായസത്തിൽ എന്തൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും? കുറച്ച് നെയ്യ്, അതില് അണ്ടിപ്പരിപ്പ്, അതുപോലെ മുന്തിരി ഇട്ട് അത് കുറച്ച് ഒന്ന് മൂപ്പിച്ച് ഇടാം. പിന്നെ ഏലക്കയാണ് മെയിൻ, ഒരു മണത്തിനും ഒരു ടേസ്റ്റിനും ഒക്കെ ഇടാം. ഒന്നും കൂടാൻ പാടില്ല. ഒന്നും കൂടാൻ പാടില്ല. ഏലക്കൊക്കെ ഒരു 3-4 ക്വാണ്ടിറ്റി അനുസരിച്ച്. ഓക്കെ, ശരി. ഇത് നല്ലൊരു മിൽമയുടെ നെയ്യ് ഇവിടെ ഓൾറെഡി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് ചേർക്കാം അല്ലെ? ലാസ്റ്റ് ഏകദേശം കുറുകി വരണം. ശരിക്കും ഒരുപാട് കുറുകി പോവാനും പാടില്ല. ഇത് തണുക്കുമ്പോഴത്തേനും ആ ഒരുപാട് ഇങ്ങനെ കുറുകി കട്ടയായി പോയിരുന്നാലും അത് പിന്നെ കൊള്ളൂല. പുഡിംഗ് പോലെ ഐസ്ക്രീം കഴിക്കണ പോലെ ആയിരിക്കും. ഇത് തണുക്കുമ്പോഴത്തേനാണല്ലോ പായസം കറക്റ്റ് ആ ഒരു വരുന്നത്. എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട്. ഇഷ്ടപ്പെട്ട പായസം ഏതാ? പാൽപായസം. ഇവിടെ ഓക്കെ, എനിക്ക് എല്ലാം ഇഷ്ടം. പ്രഥമ നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കില്ലേ, അങ്ങനെ കഴിക്കാറുണ്ടോ? തണുപ്പിച്ചിട്ട് കഴിച്ചിട്ടില്ലേ? നമുക്ക് ഐസ്ക്രീം പോലെ കഴിക്കാം. അത് നമ്മുടെ വീട്ടിലൊക്കെ ഓണത്തിന് പണ്ട് അമ്മ പായസം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും, ബാക്കി വരുന്നത്. ബാക്കി ഒരാഴ്ച നമ്മുടെ ഫ്രിഡ്ജിലെ സാധനങ്ങളായിരിക്കും കഴിക്കാം. പക്ഷെ ആ പായസം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പണ്ട് ഇങ്ങനെ കിച്ചുടെ ചേട്ടനും ആയിട്ടുള്ള ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ നിങ്ങള് 4 പേര് മാത്രമായിട്ടുള്ള വടംവലി ചേട്ടൻ ഭയങ്കര ക്രൈസാണ് വടംവലി. നിങ്ങൾ രണ്ടുപേരും മാത്രം വടം വിളിക്കോ? ടീം ഉണ്ടാക്കും ചേട്ടൻ. അവിടെ ജോലി സ്ഥലത്ത് ഇരുന്നിട്ടേ വിളിച്ച് ഒരു ടീം ഉണ്ടാക്കി വരുന്ന സമയത്ത് അന്ന് തൊട്ട് തുടങ്ങും. പോകുന്ന മുമ്പ് നമുക്കൊരു ടീം ഉണ്ടായിരുന്നു, ന്യൂ ബ്രദേഴ്സ് എന്ന് പറഞ്ഞു. അപ്പം അവിടെ നിന്ന് ചേട്ടൻ കയറുന്ന മുമ്പ് തന്നെ എല്ലാവരും പട്ടാളത്തിൽ എല്ലാവരും പോയി. ടീമിലുള്ള ഇപ്പൊ ഞാനും വേറെ 2 പേര് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പട്ടാളം. എല്ലാവരും കിച്ചന് അങ്ങനെ പട്ടാളം ആഗ്രഹം? ഞാൻ അഗ്നിപഥത്തിന് മുമ്പുള്ള ടെസ്റ്റിനെല്ലാം കിട്ടിയത്, അപ്പോഴേ ക്യാൻസൽ ചെയ്ത് കൊറോണ വന്നിട്ട്.
ഓക്കെ. അപ്പൊ ഓണത്തിന് ഇപ്പൊ തന്നെ തുടങ്ങി കാണാൻ ഇപ്പോഴാ ക്ലബ് ഉണ്ടോ? ഇപ്പം ആളില്ല, എല്ലാരും ജോലി തിരക്ക് അങ്ങനെ. ചിലപ്പോ പഴയ കുറെ കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ടാവല്ലേ ശരിക്കും? നിങ്ങൾ പണ്ട് എല്ലാരും കൂടി ചേർന്ന് നിൽക്കുമ്പോ ഭയങ്കര രസമാണ്. എല്ലാരും കൂടെ ഫണ്ട് ഇട്ട് വലിയ അത്തപ്പൂക്കളൊക്കെ വയ്ക്കും. ഒരു അടിയൊക്കെ ഒരു ദിവസം കാണാം. ഓണത്തെല്ലാം നിർബന്ധാണ് ഓണപരിപാടിയുടെ അവസാനം. അനുവിന് എന്താ ഓർമ്മ ഓണം? എനിക്ക് കോളേജില് നമ്മള് ഒരുമിച്ച് വടം വലിച്ച് വടം നമ്മള് ജയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ഫൈനല്. ലാസ്റ്റ് മണ്ണൊക്കെ നമ്മള് തന്നെ എടുത്തോണ്ടാക്കി നമ്മളെ വലിച്ചെടുത്തോണ്ടാക്കി. കോളേജിലെ ആ ഒരു മത്സരം, ആ ഒരു കോമ്പറ്റീഷൻ. പിന്നെ കോളേജിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും കൂടെ അത്തപ്പൂക്കളൊക്കെ ഇട്ടത്, പള്ളിയില്, ക്ലബില്, ഒരുപാട് മെമ്മറീസ് ഉണ്ട്. എനിക്കത് ഇത്തവണ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് വരാണെങ്കിൽ നിങ്ങൾക്ക് ടീമൊക്കെ തിരിച്ചിട്ട് ഗെയിമൊക്കെ സെറ്റ് ചെയ്യാലോ? തുടങ്ങണം, പ്ലാനിങ്ങിലുണ്ട്. ഓക്കെ. വയസ്സ് കുറുകി വരാൻ തുടങ്ങിയില്ലേ? കുറുകി വരാൻ തുടങ്ങി. ആള് മാസ്റ്റർ ആയിട്ടോ, പായസം മാസ്റ്റർ ആയിരിക്കുന്നു. ഇത് സക്സസ് ആയി കഴിഞ്ഞാ പിന്നെ നമുക്ക് പറയാം ഷെഫ് അനു. പാൽപ്പായസം എല്ലാവർക്കും ഇഷ്ടമല്ലേ? കണ്ട പോയി ഫ്ലോപ്പായി പറഞ്ഞു. ഷുഗർ മിക്സിലുണ്ട്, നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം ആഡ് ചെയ്യാം. ഊതണം. മധുരമുണ്ട്, ഇടണ്ട. കറക്റ്റ്. ഇപ്പൊ അതിനോട് അതിന് എത്ര വരെ ഇനി കുറുകണം അനു? ഒരു 5 മിനിറ്റ് കൂടെ മതിയാവുന്നതാണ്. 5 മിനിറ്റ്. ഓക്കെ, കുറച്ച് കുറുക. ഓണക്കാലത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഇപ്പൊ സ്കൂളിലും കോളേജിലൊക്കെ നമുക്ക് കുറെ ഗെയിംസ് ഉണ്ടാവല്ലോ. ഇഷ്ടപ്പെട്ട ഗെയിം ഏതാ ഓണത്തിന്? എനിക്ക് വടംവലിയാണ്. ഫാമിലിക്ക് പറ്റിയൊരു കുട്ടി തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ ഇത്തവണ ഓണത്തിന് എന്തായാലും വടംവലി സെറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്യാം വീഡിയോക്ക് വേണ്ടിട്ട്. ഫാമിലി തമ്മിൽ ഒരു വടംവലി മത്സരം. ഓക്കെ. അല്ലാതെ ഇഷ്ടമുള്ള വടംവലിയാണ്. ഇവിടെ വടംവലി ഫാമിലി വേറെ. ചേച്ചി നിങ്ങളൊക്കെ വടംവലി ഫാമിലി ആണല്ലോ. ഓക്കെ. ഈ കുപ്പിയിൽ വെള്ളം നിറക്കൽ അങ്ങനത്തെ പരിപാടി ഒന്നും പങ്കെടുത്തിട്ടില്ല? കാണാനും. ചേട്ടൻ ഉണ്ടെങ്കിൽ ഏതിലായിരിക്കും ഏറ്റവും കൂടുതൽ? വടംവലി തന്നെയായിരിക്കും. ചേട്ടൻ മെയിൻ ആണല്ലോ. ചേട്ടനുള്ള സമയത്ത് ഓണത്തിന് ചേട്ടനെ സെലിബ്രേറ്റ് ചെയ്യാൻ ഈ വടംവലി ഒഴിച്ചു മാറ്റി നിർത്തുകയാണെങ്കിൽ എന്ത് കാര്യങ്ങളെ ചേട്ടൻ ഏറ്റവും കൂടുതൽ ഓണം വരുമ്പം? കൂടുതലും ഫാമിലിയിലൂടെ സ്പെൻഡ് ചെയ്യും ചേട്ടൻ. അപ്പം അങ്ങനെ അധികം പുറത്തോട്ടൊന്നും പോകില്ല. എന്നുവെച്ചാൽ വേറെ ഒന്നും കണ്ടിട്ടല്ല, വല്ലപ്പോഴും ഒരിക്കലേ കിട്ടുള്ളൂ. അതെ, അങ്ങനെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് മിസ് ചെയ്യുമല്ലോ നന്നായിട്ട്. എല്ലാവരും ഈ വർഷം നല്ല മിസ് ചെയ്യും. കാരണം അനു വന്നിട്ട് ആദ്യത്തെ ഓണം, പിന്നെ അങ്ങനെ കുറച്ച് വിഷമങ്ങളുണ്ട്. നിക്കിയുടെ ആദ്യത്തെ രണ്ടാമത്തെ ഓണം. ശരിയാ. ഇനി നിങ്ങള് ഫോട്ടോ വീഡിയോ കാണുമ്പോഴേക്കും അവിടുന്ന് വിഷമം വരും അല്ലേ? നിങ്ങൾക്ക് ചിലപ്പം സെലിബ്രേറ്റ് ചെയ്യുമ്പോ ആ ഒരു വിഷമം ഉണ്ടാവും. ഈ ഓണസദ്യയിൽ ഇഷ്ടപ്പെട്ട വിഭവം ഏതാ? എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള വിഭവമൊന്നുമില്ല. എനിക്ക് ഓണസദ്യ നല്ല ഇഷ്ടമാണ്. സദ്യ നല്ല ഇഷ്ടമാണ് ഫുൾ. ഓക്കെ. ഇവിടെ അതിനെ കിച്ചൺ ഇഷ്ടപ്പെട്ട വിഭവം ഏതാ? ഓണത്തിന് ഉള്ള കറികളിൽ പറയുകയാണെങ്കിൽ വെള്ളരിക്ക കറിയാണ് ഏറ്റവും ഇഷ്ടം. വെള്ളരിക്ക കറി അതെന്താ? പച്ചടിയാണ് ഉദ്ദേശിച്ചത്. വെള്ളരിക്ക കറി ലിസ്റ്റിലില്ലല്ലോ നമുക്ക്. അത് സദ്യയല്ല, നമ്മുടെ വീട്ടില് വെക്കും. പരിപ്പ് കറി ഇഷ്ടമുണ്ട്. പരിപ്പ് കറി. നിങ്ങളവിടെ പരിപ്പില് നെയ്യൊക്കെ ഒഴിച്ച് അത് നെയ്യ് അവിടെ മസ്റ്റ് ആണല്ലേ? ഓക്കെ. അപ്പൊ മിൽമയുടെ നെയ്യ് ഇവിടുന്ന് കൊണ്ടുപോകും. കുറുക്കി വരുന്നുണ്ട്. കിച്ചു പറയും പാകമായിട്ടുണ്ടോ വൈഫിന്റെ പായസം? കുടിച്ചു നോക്കിട്ട് വേണം. അത് ഒന്നും വേണ്ടത്തില്ല, കുടിച്ചു നോക്കിയിട്ട് മാത്രമേ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ ഓണത്തിന് നമുക്ക് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യേണ്ടി വരും. ഇല്ല, ഇത്തവണ ഓണത്തിന് 5 കൂട്ട പായസമായിരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. എങ്കിലും ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആഗ്രഹം ഇതല്ലാതെ ഇപ്പൊ നമ്മളിത് ഉദ്ഘാടനം കഴിച്ചു. അല്ലാതെ ഓണത്തിന് അനുവിന്റെ ഒരു സ്പെഷ്യൽ പായസം ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് എന്ത് പായസമായിരിക്കും? കടലപ്പായസം. വലിയ വലിയ കളികളിലാണ്. ഓക്കെ, നമുക്ക് സിമ്പിൾ ഒന്നും വേണ്ട. ആരാണോ കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞ ആള് തന്നെ ഗംഭീര സദ്യ ഉണ്ടാക്കി തരും. ഞാൻ തുടങ്ങും. അമ്മയും ചേച്ചി കൊള്ളാം, നല്ല ഐഡിയ ആണ്. കുറുകെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട്. ഒരു സ്മെല്ലൊക്കെ. അത് സന്തോഷം കൊണ്ട് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. ഓക്കെ. സോ ആദർശിച്ച് ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി,
നെയ്യിലിട്ട് വറക്കും. എന്തെങ്കിലും ഇട്ട് പൊട്ടിക്കണം. കത്തി ഇവിടെ. ഓക്കെ, നമ്മുടെ പായസത്തിൽ ഒരാൾ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അത് ടേസ്റ്റിൽ മാത്രമാണ് ആൾക്ക്. കുറച്ച് ഓക്കെ, ഒരു സ്പൂണ് മതിയോ? ഒരു സ്പൂൺ മതിയായിരിക്കും. എത്ര ഇട്ടാലും ടേസ്റ്റ് നന്നായിട്ട് കൂടും. അത്രയും ചേർത്ത് കുക്ക് ചെയ്യുമ്പോഴുള്ള ബെസ്റ്റ് പാർട്ടായത് പായസം ഉണ്ടാക്കുന്ന സമയത്ത്. മണം ഇത് ഇതിലേക്ക് ഒഴിക്കുമ്പോ ഒരു മണം വരും. പായസത്തിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് അനു നമ്മൾ പോകുന്നത്. അനു എന്ത് പറഞ്ഞല്ലേ കിച്ചന്റെ ഓർത്തേക്കാ നോക്കണേ. കിച്ചു പറയും അനുവിനോർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു, കോൺഫിഡൻസ് ഉണ്ടാക്കിയില്ലേ. പക്ഷെ ആദ്യമായിട്ട് പായസം ഉണ്ടാക്കുന്ന ടെൻഷനൊന്നും ആ മുഖത്തില്ല. ചേച്ചിയാണ് എല്ലാവരുടെയും ധൈര്യം എന്നൊക്കെ. ഓക്കെ, ഇനി ചേച്ചി പറയൂ. നല്ലതായിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മാത്രം ഇപ്പൊ കുറച്ച് അണ്ടിപ്പരിപ്പ് അത് മുഴുവൻ ഇട്ടിട്ട് കേട്ടോ. അത്രേ ഇട്ടു. ഓക്കെ, അതൊരു ബ്രൗൺ കളർ ആയതുകൊണ്ട് നമുക്ക് മുന്തിരിയും കൂടെ ഇടാം. ഓക്കെ, എന്തുകൊണ്ടാ ആദ്യം കാഷ്നട്ട് ഇടുന്നത്? എനിക്കറിയാം, അനുവിന് ക്ലാസ് എടുത്തു. അനു ചോദിക്കാം, അനുവും പറഞ്ഞ അനു എന്തുകൊണ്ട് നമ്മൾ ആദ്യം കാഷ്നട്ട് ഇടുന്നേ? ഓക്കെ, പറഞ്ഞോ. കുറച്ച് ലേറ്റ് ആവൂലേ അത് ഇത്തിരി ബ്രൗൺ കളർ ആവാൻ വേണ്ടിട്ട്. മുന്തിരി ആണെങ്കിൽ ഇടുമ്പോൾ തന്നെ അത് പെട്ടെന്ന് പോകും. മണം വരുന്നു നെയ്യുടെ നല്ല. ഒരാള് തിടുക്കായിട്ടിരിക്കുന്നു. ഞാൻ ഈ പായസം കഴിക്കാൻ വേണ്ടി ഫുഡൊന്നും കഴിക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പായസം ഉണ്ടാക്കും. ശരിയാവും. പേടിപ്പിക്കല്ലേ. ഈ വർഷത്തെ ഓണത്തിന്റെ ആദ്യത്തെ പായസമാണ്, അറിയോ? ഇതിന്റെ ഐശ്വര്യത്തിൽ എനിക്ക് ഒരുപാട് പായസം കുടിക്കാനുള്ളതാ. അതൊരു സൈഡിലോട്ട് കുറച്ച് സിമ്പിൾ ആയിട്ട് ആൾക്ക് മനസ്സിലായി ഇത് എങ്ങനെയാ ചെയ്യേണ്ടത്. ഓരോ സൈഡിലേക്ക് മാറ്റിയിട്ട്. ഇനി എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഇതുപോലെ കുക്കിംഗ് തുടങ്ങി. ഞങ്ങളൊക്കെ കുക്കിംഗ് നോക്കുമ്പോ യൂട്യൂബ് ചാനലാണ് ആശ്രയിക്കുക. ഇപ്പൊ വീട്ടിൽ തന്നെ ഷെഫുമാരുള്ളതുകൊണ്ട് അത് ഹെൽപ്പായി. ഒഴിച്ചോ. ഓ, കണ്ടാ പറയത് അനുണ്ടാക്കിയ പായസാണെന്ന്. ശരിയായിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്. പ്രൗഡ് ഫീൽ അനുവിന്റെ ഫേസിൽ ഞാൻ കാണുന്നുണ്ട്. സെറ്റ് ആയിട്ടുണ്ട്. ഒരു മണം. ഒരു വാഴയില വെച്ച് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കണം. ഇവിടെ ഞങ്ങൾക്ക് വാഴയില ഇല്ലാതെ പോയി. തൽക്കാലം വാഴയില ഇട്ടു എന്ന് നമുക്ക് വിചാരിക്കാം. ശരി, മിക്സ് ചെയ്തോളൂ. ഇങ്ങോട്ടാണ് ചോദിക്കുന്നത്. ആൾക്കിനെ എനിക്ക് തന്നാ മതി. കൊള്ളാട്ടോ, നൈസ്. കാണാനും നല്ല ഭംഗിയുണ്ട്, അനുവിനെ പോലെ. അയ്യോ, ചേട്ടനില്ല പായസം എന്നൊക്കെ. അപ്പൊ നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയാലോ? ചൂട് പായസം. പായസത്തിന് കൂടെ ബോളി കഴിക്കില്ലേ? ഫേമസ് അല്ലേ? അതെ, ട്രിവാൻഡ്രംകാരുടെ ഫേമസ്. സദ്യയിൽ നിർബന്ധമാണല്ലേ? അല്ലെങ്കിൽ ട്രിവാൻഡ്രം സദ്യ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ശരി, അതെല്ലാരും പറയും. എവിടെ പോയാലും തിരുവനന്തപുരത്ത് സദ്യ കഴിക്കണം എന്ന് പറയും. ഒരുപാട് കൂട്ടാനുണ്ട്. അതുപോലെ പായസം 3 കൂട്ടം, ചിലപ്പോ 4 കൂട്ടാവും. എല്ലാവരും വരണം. ശരിക്കും നമ്മുടെ ബോളിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ആ രീതിയിലാണ് അനു പായസം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. ഒന്ന് പറഞ്ഞ് ചിരിച്ച അപ്പൊ കിച്ചിച്ചേട്ടനെ നോക്കും. കിച്ചിച്ചേട്ടന് എന്താ എക്സ്പ്രഷൻ എന്നാണ് അറിയേണ്ടത്. അപ്പൊ നോക്കും എന്ത് രസാ. ഞാൻ സപ്പോർട്ട് ചെയ്യണം. ഓക്കേ, അപ്പൊ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടേസ്റ്റിംഗ് ടൈം ആണ്. ഞാൻ കിച്ചിച്ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. വെയിറ്റ് ചെയ്ത ആളാണ്. വരൂ.
ആദ്യമായി ഉണ്ടാക്കിയ പാലട പായസം. കഴിക്കുമ്പോ ഇതൊക്കെ മാറും, കണ്ടാ തന്നെ സൂപ്പർ പായസമാണ്. ഇപ്പൊ ടേസ്റ്റ് ചെയ്താലോ? റെഡിയാണോ? സ്പൂണ് എടുത്തോ. കറക്റ്റ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയണം. ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യണം അതിന്. ടെൻഷൻ അയാൾക്ക്. ഓക്കെ, ചൂടുണ്ട്. ചൂടൊന്നും പ്രശ്നമില്ല. എങ്ങനെയുണ്ട്? പഠിച്ചല്ലേ അനു? കുറച്ചുകൂടെ ഒരാള് വെയിറ്റ് ചെയ്യാണ്, രണ്ടു വാക്കി കൂടുതൽ പറയാൻ വേണ്ടിട്ട്. ഇത്തവണ ഓണത്തിന് അനുണ്ടാക്കിയ പോലെ പായസം ഇത് കറക്റ്റ് ഇട്ടുണ്ട് കിട്ടാൻ. രസമുണ്ടോ? രസമുണ്ട്. ഇനി ഞാൻ കറക്റ്റ് സത്യസന്ധം വേണ്ട, ബിക്കോസ് ഞാൻ പായസ ലവറാണ്. ചൂടില്ല, ആരാ പറഞ്ഞ? ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറയില്ല. ആദ്യമായിട്ട് പായസം ഉണ്ടാക്കുമ്പോ അഫ്കോഴ്സ് അതിനൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വളരെ എളുപ്പത്തിന് കുക്കിംഗ് അറിയാത്തവർക്ക് ഈസി ആയിട്ട് മിൽമയുടെ പാലട മിക്സ് കൊണ്ട് ഗംഭീരമായിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാൻ പറ്റുന്നത് തെളിയിച്ചു. ഇപ്പൊ കുക്കിംഗ് അറിയില്ല എന്ന് കരുതിയിട്ട് ഓണത്തിന് പായസം ഉണ്ടാക്കാതിരിക്കരുത്. മിൽമയുടെ ഒരു മിക്സ് വാങ്ങാം, പാലട മിക്സ് വാങ്ങാം, ഈസി ആയിട്ട് ഉണ്ടാക്കാം അല്ലേ? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ലേ? അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു കുക്കിംഗ്? മെയിൻ ആയിട്ട് ചേച്ചി ഉള്ളത് കൊണ്ടാണ് സൂപ്പർ ആയി ടേസ്റ്റ്. ഞാൻ ആദ്യമായിട്ടാണ് പാലട പായസം ഉണ്ടാക്കുന്നത്. ചേട്ടനും ചേച്ചിക്ക് ടേസ്റ്റ് ചെയ്ത് സൂപ്പർ ആയി. കോൺഫിഡന്റ് ആണ്. ശരിക്കും ഇങ്ങനെ മിക്സ് വാങ്ങിക്കാൻ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? ഇനി കോൺഫിഡന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, മിൽമയുടെ ഒത്തിരി വൈഡ് വെറൈറ്റി പ്രൊഡക്ട്സ് ഇവിടെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോ പായസം കുടിച്ചിട്ട് ഇപ്പൊ ഇത്രയും ടൈം എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ കൂടെ ഈസി ആയിട്ട് നമുക്കിത് തുറക്കുക, കുടിക്കുക. അതിനുവേണ്ടി ഒരു പാലട പായസം ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. 2 പാക്കറ്റ് ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ട്. ഓൾറെഡി ഇപ്പൊ ഈ പായസം കുടിച്ചിട്ട് ആള് റിവ്യൂ പറഞ്ഞു. ശരിക്കും ഈ പായസം കൂടെ ഒന്ന് കുടിക്കുക, അപ്പം മനസ്സിലാവും അതിന് ഉണ്ടാക്കിയത് അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പൊ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, വളരെ എളുപ്പത്തിൽ എവിടെ പോവാണെങ്കിലും പോവാ, തുറക്കുക, കുടിക്കുക, ചൂടാക്കൊന്നും വേണം. ഓക്കെ.